എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SCERTയുടെ സോഷ്യൽ സയൻസ് തുടങ്ങുകയാണ്. സയൻസിൻ്റെ 6 ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററും പിന്നെ സെക്കൻഡ് ചാപ്റ്ററുമാണ് എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്ററും കൂടി അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് പീലിയുടെ ഗ്രാമം എന്നാണ്. അപ്പോൾ ഇതിൽ ഒരു ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിഥി തൊഴിലാളികളുടെ കാര്യങ്ങൾ, അവർക്കായുള്ള പദ്ധതികൾ, പിന്നെ കേരളത്തിൻ്റെ കുറച്ച് ഉത്സവങ്ങൾ, അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി. ചങ്ങാതി പദ്ധതി സാക്ഷരതാ മിഷനാണ് നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ സാക്ഷരരാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി. ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. അപ്പോൾ ഹമാരി മലയാളം ഒരു കൈപ്പുസ്തകമാണ്, പദ്ധതിയല്ല. സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ ചങ്ങാതി പദ്ധതിക്ക് വേണ്ടിയുള്ള പുസ്തകം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. അപ്പോൾ അനന്യ മലയാളം മലയാള മിഷൻ്റെതാണെന്ന് ഓർത്തിരിക്കുക. അനന്യ ഒരു മലയാളി പെൺകുട്ടിയുടെ പേരാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അനന്യ മലയാളം മലയാളം മിഷനാണ് നടത്തുന്നത്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിന് വേണ്ടി. ഇനി കുറച്ച് സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ, ജനസംഖ്യ ഒക്കെയാണ് പറയുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് അസം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാൾ, 3ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ്. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇപ്പോൾ ജാർഖണ്ഡ് വനാഞ്ചൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. വനാഞ്ചൽ അല്ലെങ്കിൽ ആദിവാസി സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇനി കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അപ്പോൾ ഓണം 10 ദിവസമാണ്, അത്തം നാൾ മുതൽ ചതയം നാൾ വരെ. കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ള 1961. ഈ വർഷം ചോദിക്കാറുണ്ട്. ഏത് വർഷമാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചത്? 1961, പട്ടം താണുപിള്ള. ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിയിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് ആരാണ്? നമ്മുടെ നവോത്ഥാന നായകനായ സഹോദരൻ അയ്യപ്പനാണ്. ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. ഇത് കലാസംസ്കാരം ഭാഗത്ത് ചോദിക്കാറുണ്ട്. അത്തച്ചമയം ഏത് ജില്ലയിലാണ്? തൃപ്പൂണിത്തുറ, എറണാകുളം. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. യുനെസ്കോ വിശേഷിപ്പിച്ചത് പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം ആചരിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാതീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മരാമൺ കൺവെൻഷൻ. 1895 ആരംഭിച്ചു. ഇപ്പോൾ മരാമൺ കൺവെൻഷൻ്റെ മാസം ചോദിക്കാറുണ്ട്. ഫെബ്രുവരി മാസം. അതുപോലെ ഏത് നദിയുടെ തീരത്താണ് നടത്തുന്നത്? പമ്പ നദിയാണ്. അതും ചോദിക്കാറുണ്ട്. കേരളത്തിൽ കൊയ്ത്തിന് ശേഷം 2ാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപൂട്ട് മത്സരങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ കേരളത്തിൽ നെൽകൃഷി മൊത്തത്തിൽ 3 വിളയാണുള്ളത്. അപ്പം ആദ്യത്തെ വിള കഴിഞ്ഞ് അടുത്ത വിളയിറക്കുന്ന സമയത്ത് കാളപൂട്ട് മത്സരങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ആഘോഷങ്ങൾ, അതുപോലെ ആ 2 പദ്ധതികൾ, പിന്നെ സംസ്ഥാനങ്ങളുടെ കുറച്ച് പ്രത്യേകതകൾ, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി അടുത്ത ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ ആദിമകാലത്ത് മനുഷ്യരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത രീതികൾ, അതുപോലെ കൃഷിയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്, അവരുടെ വസ്ത്രരീതികൾ ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, മാംസം എന്നിവയായിരുന്നു ആദിമകാലത്ത്
മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളുടെ ഭക്ഷണം. ആദിമ മനുഷ്യൻ്റെ ഭക്ഷണ സമ്പാദനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, ഭക്ഷണം ശേഖരിച്ചിരുന്നു, മത്സ്യം ഭക്ഷിച്ചിരുന്നു, പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോയ മൃഗങ്ങളുടെയൊക്കെ ഭക്ഷണമായിരുന്നു അവർ ആദ്യമായിട്ട് കഴിച്ച വേവിച്ച ഭക്ഷണം. അപ്പോൾ അങ്ങനെ തീയെ നിയന്ത്രിച്ചുകൊണ്ട് അവർ വേട്ടയാടി പിടിച്ച ജീവികളെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അന്നന്നത്തേക്ക് വേണ്ട ഭക്ഷണം മാത്രം തേടിയിരുന്ന ആദിമ മനുഷ്യർ പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടത് മാത്രം ശേഖരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് തരണം ചെയ്യാൻ വേണ്ടി അവർ ഭക്ഷണം ശേഖരിക്കാൻ തുടങ്ങി. ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ശേഖരിച്ച് വെക്കേണ്ടതായിട്ട് വന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗമാണ് നായ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ആദ്യം ഇണങ്ങിയതും മനുഷ്യരാദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗം ആണ് നായ. അടുത്തതായിട്ട് ഭക്ഷണത്തിനായി മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ആട്, ചെമ്മരിയാട്. അപ്പം ആടിനെയും ചെമ്മരിയാടിനെയൊക്കെ ആദ്യമായിട്ട് ഇണക്കി വളർത്തുകയും അത് ഭക്ഷണത്തിനായിട്ട് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്തു. പാറയിൽ മരം ഉരച്ചുകൊണ്ട് അല്ലെങ്കിൽ കല്ലുകൾ കൂട്ടിമുട്ടിച്ചു കൊണ്ടാണ് ആദിമ മനുഷ്യൻ തീയുണ്ടാക്കിയിരുന്നത്. മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്ത വിളകൾ: ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. അപ്പം ധാന്യങ്ങളുടെ കൂട്ടത്തിൽ ഗോതമ്പ്, ബാർലി, ചാമ തുടങ്ങിയ വിളകളും പിന്നെ കിഴങ്ങുവർഗ്ഗങ്ങളും അവർ കൃഷി ചെയ്തിരുന്നു. ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത്. അപ്പോൾ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് പുതുമഴ പെയ്യുമ്പോൾ വിത്ത് മുളയ്ക്കുന്നതൊക്കെ നിരീക്ഷിച്ച് അവരും അങ്ങനെ കൃഷിയിലേക്ക് കടന്നു വന്നു. മനുഷ്യൻ്റെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. അവ പ്രത്യേകമായിട്ടൊരു രൂപകൽപ്പനയൊന്നും ഇല്ലായിരുന്നു. ആയുധങ്ങൾക്ക് അത് ഇങ്ങനെ കൂർത്ത സാധനങ്ങളൊക്കെയായി അവർ കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യുവാൻ ആരംഭിച്ചത്. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യതയും മറ്റ് സൗകര്യങ്ങളുമൊക്കെ പിന്നെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമൊക്കെ നദീതീരങ്ങളിലേക്ക് അവരെ കൃഷിക്ക് വേണ്ടി നയിച്ചു. ഇനി ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു 3-4 പോയിൻ്റ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16. അപ്പം 3 ദിനങ്ങൾ അതിന് അടുത്തായിട്ട് വരുന്നുണ്ട്. ഒക്ടോബർ 15 കൈകഴുകൽ ദിനമാണ്, ഒക്ടോബർ 16 ഭക്ഷ്യദിനമാണ്, ഒക്ടോബർ 17 ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമാണ്. അപ്പോൾ ഈ 3 കൂടി കണക്ട് ചെയ്ത് നമുക്കൊരു കോഡ് പോലെ ഓർത്ത് വയ്ക്കാം. 15 കൈ കഴുകി, 16 ഭക്ഷണം കഴിച്ചു, 17 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ 3 ദിനങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇനി അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 16. അപ്പോൾ ആ ഒക്ടോബർ 16 ഓർമ്മയ്ക്കായിട്ടാണ് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 ആചരിച്ചത്. അപ്പം UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO അത് രൂപീകൃതമായ ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 1945 ഒക്ടോബർ 16. ഇനി എപ്പോഴാണ് ഈ ഒക്ടോബർ 16 ഭക്ഷ്യദിനമായി പ്രഖ്യാപിച്ചത്? 1979 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ 20ാമത് ജനറൽ കോൺഫറൻസിലാണ് ലോക ഭക്ഷ്യദിനം പ്രഖ്യാപിച്ചത്. ആ ഭക്ഷ്യദിനം ആദ്യമായിട്ട് ആചരിച്ചത് എപ്പോഴാണ്? 1981. അപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം ലോക ഭക്ഷ്യദിനം ആചരിച്ചു, 1981. അടുത്തതായിട്ട് ആദിമ മനുഷ്യൻ്റെ കുറച്ചുകൂടി കാര്യങ്ങളാണ് പറയുന്നത്, കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ. കൃഷിക്ക് ആവശ്യമായ ജലം, വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യർ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത്. അതിനാൽ മനുഷ്യർ കൃഷിയിലെ ഇടങ്ങൾക്ക് സമീപം സ്ഥിരതാമസം ആരംഭിച്ചു. അപ്പോൾ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരതാമസമാക്കിയതോടെ നദീതടങ്ങളിൽ അവർ കൂടുതൽ കേന്ദ്രീകരിച്ച് താമസിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് മനുഷ്യർ സ്ഥിര താമസമാക്കിയത് കൊണ്ടുള്ള നേട്ടങ്ങൾ: കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു,
ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങളാണ് പറയുന്നത്. മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. അപ്പം മുള കൊണ്ട് നിർമ്മിച്ച കുട്ട, അതുപോലെ മറ്റ് സഞ്ചികൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, മൺപാത്രങ്ങൾ, ഇവയിലൊക്കെ കൂടുതൽ കാലം ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ ഇരിക്കുമെന്ന് മനുഷ്യർ കണ്ടെത്തുകയും അങ്ങനെ അതിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങുകയും ചെയ്തു. കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്. അപ്പോൾ മൺപാത്ര നിർമ്മാണം എളുപ്പമാക്കാൻ വേണ്ടി ഒരു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണത്തിനായുള്ള ചക്രം കണ്ടുപിടിക്കുകയും അത് എളുപ്പമാവുകയും ചെയ്തു. അത് മനുഷ്യ ജീവിതത്തിലെ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര ഏത് നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മഹാസ്നാനഘട്ടം പോലെ ഓരോരോ പ്രത്യേകതകൾ, ഓരോ നദീതട സംസ്കാരത്തിൻ്റെയും പ്രത്യേകതകൾ വൺ വേർഡായിട്ടും അതുപോലെ ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. അത് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. നഗരങ്ങളുടെ രൂപീകരണത്തിനെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നഗരങ്ങൾ രൂപീകൃതമായത്? മനുഷ്യ ജീവിതത്തിൽ നഗരങ്ങളുടെ പ്രാധാന്യം എങ്ങനെയാണ് നഗരങ്ങളിലേക്ക് നയിച്ചത്? സാധനങ്ങളുടെ കൈമാറ്റം തുടങ്ങി, അത് കച്ചവടത്തിലേക്ക് നയിച്ചു, അത് ചന്തകളായി മാറി, പിന്നെ കച്ചവട കേന്ദ്രങ്ങൾ വന്നു, അങ്ങനെ നഗരങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. അപ്പോൾ ബാർട്ടർ സമ്പ്രദായത്തിൽ പണമിടപാടുണ്ടായിരുന്നില്ല. ഒരു സാധനം കൊടുത്ത് നമുക്ക് ആവശ്യമായ മറ്റൊരു സാധനം തിരിച്ചു വാങ്ങുന്ന ഒരു രീതിയായിരുന്നു ബാർട്ടർ സമ്പ്രദായം. ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശികൾ റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. അപ്പോൾ സിന്ധു നദീതട സംസ്കാര ഘട്ടത്തിലൊക്കെ അതിൻ്റെ പഠനങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കാർക്ക് പിന്നീട് മനസ്സിലായത് പണ്ടത്തെ കാലത്ത് ഏതൊക്കെ രാജ്യങ്ങളുമായി വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ നടത്തിയിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. അപ്പോൾ അവരുടെയൊക്കെ നാണയങ്ങളും അതുപോലെ അവരുടെ നാട്ടിലെ സാംസ്കാരികപരമായിട്ടുള്ള സാധനങ്ങളും ഇവിടെ നിന്നും കുഴിച്ചെടുത്തതിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യക്കാർക്ക് പണ്ട് വ്യാപാര വാണിജ്യ ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പൂ, കറുവപ്പട്ട. കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് ഇത് കുരുമുളക്. അപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കാം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം പേരയ്ക്ക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ പേരയ്ക്ക. അടുത്തതായിട്ട് വാസ്കോ ഡ ഗാമയുടെ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. 1497 ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498 മെയ് 20 കാപ്പാട്, കോഴിക്കോട്. അപ്പോൾ ആ ഡേറ്റ്, ആ വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. കാപ്പാട്, കോഴിക്കോടാണ് കപ്പലിറങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയത് കേരളത്തിലാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ I അല്ലെങ്കിൽ ഡോം മാനുവൽ. ഡോം മാനുവൽ അയാളുടെ സ്ഥാനപ്പേരായിരുന്നു. മാനുവൽ I. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോവ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയത്? പോർച്ചുഗീസ് നാവികനായ അൽവാരോ വെൽഹോവ്. വാസ്കോ ഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. അപ്പം കോഴിക്കോട് കാപ്പാട് ഇറങ്ങിയ വാസ്കോ ഡ ഗാമ തിരിച്ചു പോകുന്നത് എവിടെ നിന്നാണ്? കണ്ണൂരിൽ നിന്നാണ്. കാരണം എന്താ? കോഴിക്കോട് സാമൂതിരിയുമായുള്ള വ്യാപാര വാണിജ്യ പ്രശ്നങ്ങളെ തുടർന്നും അവരുടെ രീതികൾ, പോർച്ചുഗീസുകാരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളെ തുടർന്നും വാസ്കോ ഡ ഗാമയും സംഘവും എവിടെ എത്തി? കണ്ണൂരെത്തി. അവിടെ നിന്ന് കച്ചവടം, അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ശേഖരണം, അതൊക്കെ അവിടെ നിന്നാണ് നടത്തിയത്.
അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ലിസ്ബണിലേക്ക് വാസ്കോഡ ഗാമ തിരിച്ചുപോയത്. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വഴി ലഭിച്ചത്. അപ്പോൾ 60 ഇരട്ടിയോളം ലാഭം വാസ്കോഡ ഗാമയ്ക്ക് കിട്ടി. അതുപോലെ അതിനുശേഷം പോർച്ചുഗീസിൽ നിന്നും കൂടുതൽ ആളുകൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലേക്കും എത്തുകയും അങ്ങനെ ധാരാളം വാണിജ്യ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തു. അടുത്തതായിട്ട് ഈ ബോക്സിൽ കാർഷിക വിളകളും അതിൻ്റെ ശാസ്ത്രീയ നാമവും ജന്മദേശവും ഇന്ത്യയിലേക്ക് എത്തിച്ച വിദേശികളുമാണ് പറയുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഈ വിളകളെല്ലാം കൊണ്ടുവന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ച കാർഷിക വിളകളാണ് പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. പേരയ്ക്കയുടെ ശാസ്ത്രീയ നാമം സൈഡിയം ഗുജാവ, ജന്മദേശം മെക്സിക്കോ. പപ്പായ കരിക്ക പപ്പായ, മെക്സിക്കോ. അപ്പോൾ പേരയ്ക്കയും പപ്പായയും മെക്സിക്കോ ആണ്. ശാസ്ത്രീയ നാമം പഠിച്ചു വെക്കാം. കൈതച്ചക്കയും കശുവണ്ടിയും ബ്രസീലാണ്. കൈതച്ചക്ക അനനാസ് കോമോസസ്, കശുവണ്ടി അനാകാഡിയം ഓക്സിഡൻ്റൽ. മരച്ചീനി അമേരിക്കയിൽ നിന്നാണ്, മാനിഹോട്ട് യൂട്ടിലിസിമ. ഉരുളക്കിഴങ്ങ് സൊളാനം ട്യൂബറോസം, പെറുവാണ് ജന്മദേശം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പെറുക്കിയെടുക്കുന്ന കാര്യം ഓർക്കുക, പെറു. ഇനി കുറച്ച് നവോത്ഥാന നായകന്മാരുടെ വിവരങ്ങളും അതുപോലെ കുറച്ച് നവോത്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. മിശ്രഭോജനം. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം 1917 മെയ് 29. അപ്പോൾ പഴയ SCERTയിൽ ഡേറ്റ് അടക്കം ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഡേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി, എറണാകുളം. മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ചെറായി. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യാഥാസ്ഥിതികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ എന്നായിരുന്നു. അപ്പോൾ സഹോദരൻ അയ്യപ്പനെ കളിയാക്കിക്കൊണ്ട് വിളിച്ച ഒരു പേരായിരുന്നു പുലയൻ അയ്യപ്പൻ. 2017 കേരള ഗവൺമെൻറ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം. അപ്പോൾ 2017 ആയപ്പോൾ 100 വർഷം തികഞ്ഞു. മിശ്രഭോജനത്തിൻ്റെ വാർഷികം ആഘോഷിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം. അപ്പോൾ എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. അടുത്തതായിട്ട് പന്തിഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? തൈക്കാടയ്യ. പന്തിഭോജനവും ഇങ്ങനെ തന്നെ ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതിന് എതിരെയാണ് തൈക്കാടയ്യ പ്രവർത്തിച്ചത്. അപ്പോൾ പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യ. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ ഈ 3 ഭോജനങ്ങളും മിശ്രഭോജനം, പന്തിഭോജനം, സമപന്തി ഭോജനം ഇതൊക്കെ ഒരു കുടക്കീഴിൽ വരുന്ന സാധനങ്ങളാണ്. അതെന്ന് വെച്ചാൽ ഒരേ ജാതിക്കാർ, വ്യത്യസ്ത ജാതിക്കാർ, വ്യത്യസ്ത മതക്കാർ, അതെല്ലാം അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അന്നത്തെ ജാതി വ്യവസ്ഥ എതിർത്തിരുന്നു. അതിനെല്ലാം എതിരെ ഈ 3 ഭോജനങ്ങളും നടന്നു. അപ്പോൾ അതിൻ്റെ ആരാണ് നവോത്ഥാന നായകൻ നയിച്ചത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് സഹോദരൻ അയ്യപ്പൻ്റെ കുറച്ച് കോട്ട്സാണ് പറയുന്നത്. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിതാൻ ഹിന്ദുമതം. അപ്പോൾ ഈ 3 കോട്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് ബംഗാൾ ക്ഷാമത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാരണങ്ങൾ: ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം, ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ട്, ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ട് ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തമൊക്കെ അന്ന് ആ കാലഘട്ടത്തിലായിരുന്നു പ്രശസ്തമായി കൊണ്ടിരുന്നത്. അന്നാണ് ഇന്ത്യക്കാർക്ക് ഈ ചോർച്ചയെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി തുടങ്ങിയത്.
അപ്പോൾ ബംഗാൾ ക്ഷാമത്തിൻ്റെ ആ വർഷം ഓർത്ത് വയ്ക്കുക, 1943. 1943 ബംഗാൾ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ നേടാനാകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ നിർവചനം അതവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു വെക്കുക. പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നേടാനാകാത്ത അവസ്ഥ. ലോകത്ത് ദാരിദ്ര്യമുണ്ടാകുന്നതിന് കാരണങ്ങൾ: യുദ്ധം, തൊഴിലില്ലായ്മ, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം. അപ്പോൾ ആ കാരണങ്ങളും പഠിച്ചു വയ്ക്കണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. അപ്പോൾ സ്ത്രീ ശാക്തീകരണം നമ്മൾ എന്തായാലും ഓർക്കും. കുടുംബശ്രീ സ്ത്രീകളെ ശാക്തീകരിക്കുന്നു, സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യമായി മാറിയ ഒരു സംഭവമാണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഓർത്തു വയ്ക്കണം. പോഷകാഹാരങ്ങളുടെ ലഭ്യത, ഗർഭിണികൾക്കും കുട്ടികൾക്കും പോഷകാഹാരങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ കുടുംബശ്രീ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാര്യം ഓർത്താൽ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. അപ്പം മെയ് 17 കുടുംബശ്രീ ദിനമായും ആചരിക്കുന്നുണ്ട്, അതും ഓർത്തു വയ്ക്കുക. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി ആണ്. മലപ്പുറത്തെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്ന ദിവസം 2013 സെപ്റ്റംബർ 12. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് ഇയർ 2023 ആചരിച്ചത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ആ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി UN ചില അന്താരാഷ്ട്ര വർഷങ്ങളാണ് ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. 2004 നെല്ല് വർഷം, 4 നെല്ല്, അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം. 2004 നെല്ല് വർഷം. 2008 ഉരുളക്കിഴങ്ങ് വർഷം. 2009 പ്രകൃതിദത്ത നാരു വർഷം. 2010 ജൈവ വൈവിധ്യ വർഷം. 2011 വനവർഷം. വനങ്ങളിങ്ങനെ മുകളിലേക്ക് 11 പോലെ വരകളായിട്ടല്ലേ നമുക്ക് തോന്നുക. അപ്പം 11 ഇങ്ങനെ എഴുതിയ പോലെ ഓർത്ത് വയ്ക്കണം. വനവർഷം 2011. 2014 കുടുംബ കൃഷി വർഷം. 2015 മണ്ണ് വർഷം. 2016 പയറ് വർഷം. 2020 സസ്യാരോഗ്യ വർഷം. 2021 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം. 2022 കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷം. 2023 ചെറുധാന്യ വർഷം. അപ്പോൾ ഈ ഇയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രത്യേകത അത് പഠിച്ചു വെക്കണം. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് എന്ത്? ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. മില്ലറ്റ്സിൻ്റെ നിർവചനമാണ് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകൾ. ഉദാഹരണം ജോവർ, റാഗി, ബാർലി, വരക്, ബജ്ര, തിന. അപ്പോൾ ജോവറിന് മണിച്ചോളം എന്നും പറയാറുണ്ട്. വരകൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വരക് ഇതുവരെ കേൾക്കാത്ത ഒരു പോയിൻ്റാണ്. വരക്, ബജ്ര, തിന, റാഗി, ബാർലി, ജോവർ. ഇനി ഈ മില്ലറ്റ്സ് എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അപ്പോൾ ചെറുധാന്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വൺ വേർഡിനൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ അറിയപ്പെടുന്നത് ഖാദർ വാലിയാണ്. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ഖാദർ വാലി. ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ ലഹരിബായ്. ഈ രണ്ട് പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നവോത്ഥാനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ആദിമ മനുഷ്യരുടെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അപ്പം എല്ലാവരും പഠിച്ചു വയ്ക്കാം. താങ്ക് യു.